ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ടീൻ വോൾഫിൻ്റെ എപ്പിസോഡ് 8 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ് സീനിൽ കാണി, നീ എവിടെയാണ് ഈ രാത്രി പോകുന്നത്? എന്നോടെങ്കിലും പറഞ്ഞിട്ട് പോ. എൻ്റെ അമ്മയുടെ അടുത്തും ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പോലും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. എൻ്റെ അച്ഛനെ പോലെ നിൻ്റെ അമ്മ പോലീസൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? ശരി വരുമെന്ന് പറഞ്ഞ് ഇപ്പം സ്കോട്ടൻ്റെ അടുത്ത് ഒരു ബോട്ടിൽ കൊടുത്ത് കുടിക്കാൻ പറയുന്നു. എന്നാൽ അവനാണെങ്കിൽ ഒരു തുള്ളി പോലും കുടിക്കുന്നില്ല. ഈ സ്റ്റീവാണ് ആ കുപ്പി മൊത്തം പകുതിയോളാക്കുന്നത്. സ്കോട്ടും പറയുന്നു, ആലീസൺ പോയത് കൊണ്ട് എനിക്ക് വളരെ വിഷമമാണെന്ന്. അത് സാരമില്ലടാ, ആലീസൺ അല്ലാതെ വേറെ എന്തെങ്കിലും പെണ്ണുങ്ങൾ നമ്മുടെ കോളേജിലുണ്ട്, സുന്ദരികളായ പെണ്ണുങ്ങളില്ലേ നമ്മുടെ കോളേജിൽ ചോദിക്കുമ്പോൾ ആര്, നിന്റെ ലിതിയാണോ എന്ന് ചോദിക്കുന്നു. ലിതിയ തന്നെ എന്ന് പറഞ്ഞ് സ്റ്റീവ് അങ്ങോട്ട് ഇരുന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്തേക്ക് രണ്ടുപേരാണെങ്കിൽ ആ കാട്ടിലേക്ക് വരുവാണ്. ഇവരിരിക്കുന്ന കാണുകയും ചെയ്യുന്നു. എന്താണ് രണ്ടുപേരും കൂടിയാണോ എന്ന് ചോദിച്ച് ആ ബോട്ടിൽ പിടിച്ചു മേടിക്കുന്നു. അത് അവൻ്റെ ബോട്ടിലാണ്, കൊടുത്തേക്കാനാണെങ്കിൽ ഈ സ്കോട്ട് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ഇവനും ആണെങ്കിൽ എടുത്ത് നല്ലപോലെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ട് അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അത് അവൻ മേടിച്ച ബോട്ടിലാണ്, അത് കൊടുത്തേക്കാനാണെങ്കിൽ ഇവൻ മര്യാദയ്ക്ക് പറയുന്നു. അവൻ്റെ കണ്ണൊക്കെ മാറി ആ വോൾഫിൻ്റെ കണ്ണ് പോലെ ആകുവാണ്. മര്യാദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് ആ ബോട്ടിൽ മേടിച്ച് തറയിലാണെങ്കിൽ ഇട്ട് ഉടച്ചാണ് ഈ കളയുന്നത്. ഇതിന് ശേഷം നമ്മുടെ സ്കോട്ടാകട്ടെ ഈ സ്റ്റീവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ആ കാറിലേക്ക് കയറ്റിയിരുത്തുവാണ്. ഈ സമയത്ത് ഇവിടെ കാണിക്കുമ്പോൾ ആ രണ്ടുപേരും ഇവിടെ രണ്ട് പയ്യന്മാരെ കാണിക്കുവാണ്. അവരും കാട്ടിലൂടെ ഇങ്ങനെ സംസാരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരുത്തൻ പറയുന്നു, എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്, എന്തോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വേറൊരുത്തനെ കാണാതെ പോകുവാണ്. ഈ സമയത്ത് ഇവനെയാണെങ്കിൽ ആരോ വന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. വലിച്ചുകൊണ്ട് പോയി അവിടെ ഒരു തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇവനെ എടുത്തിടുവാണ്. ഇപ്പം ഇവനാണെങ്കിൽ അവിടെ കിടന്ന് തന്നെ മരിച്ചു പോകുന്നു. ഇതാരാണ് ചെയ്യുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് സ്കോട്ടിനെ കാണിക്കുന്നു. സ്കോട്ടാണെങ്കിൽ കോളേജിൽ പോകാതെ മടി പിടിച്ച് കിടക്കുവാണ്. അവൻ്റെ അമ്മയെ അടുത്ത് വന്ന് നീ എന്താ ഇന്ന് കോളേജിൽ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവനും ആണെങ്കിൽ ഇങ്ങനെ എഴുന്നേക്കുന്ന ഒരു പ്ലാനും ഇല്ല. ശരി, എനിക്ക് മനസ്സിലാകും, നീ ആണെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കുന്നു, അതിൻ്റെ വിഷമമല്ലേ നിനക്കെന്ന് ചോദിക്കുന്നു. നിനക്കൊരു കാർ മേടിച്ചു തന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പം കാറിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, പിന്നെ എന്താണ് നിനക്ക് വേണ്ടത്? എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് ഇവനും ആണെങ്കിൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുവാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആലീസിനെ കാണിക്കുന്നു. ആലീസിൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ്റെ കാറിലാണെങ്കിൽ കൊണ്ടാക്കുവാണ്. ഇന്നലെ നടന്ന ആ സംഭവത്തിന് ശേഷം ആലീസിൻ്റെ അച്ഛനും ആണെങ്കിൽ ഇവിടെ കോളേജ് വിടാനാണെങ്കിൽ ഒരു താല്പര്യവും ഇല്ല. നിനക്കാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പഠിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ആൻറ്റി കേൾക്കുന്നില്ലേ, ഇത് എത്ര കഷ്ടമാണ്, സ്വന്തം മകളെ ആണെങ്കിൽ പഠിക്കാൻ പോലും ഒരു അച്ഛൻ വിടുന്നില്ലെന്ന് കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവളുടെ ആൻറ്റി പറയുവാണ് ഇവളെ വിട്ടേക്കെന്ന് പറഞ്ഞ് ആ കാറിൻ്റെ ഡോർ തുറന്ന് വിടും. ആലീസനും വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നാണെങ്കിൽ വേഗം പോകുവാണ്. നിനക്ക് ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാകത്തില്ല, എന്താണ് എപ്പം സംഭവിക്കുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനും ആണെങ്കിൽ വളരെ പേടിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണെങ്കിൽ നമ്മളുടെ സീരീസ് ഇട്ടിട്ടേ ഇല്ല, ഇദ്ദേഹത്തിൻ്റെ പേര് ആർഗൻറ്റ്. ഈ സമയത്ത് നമ്മുടെ ലിതിയുടെ അടുത്ത് ചോദിക്കുവാണ്, സ്കോട്ടിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചേ ഇല്ല, ഇത് തെറ്റാണോ എന്ന് ചോദിക്കുന്നു. എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ലെന്ന് നമ്മുടെ ലിതിയും പറയുവാണ്. ഈ സമയത്താകട്ടെ ഇവിടെ സ്റ്റീവ് അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി നിൽക്കുവാണ്. നിനക്കിന്ന് ടെസ്റ്റ് ഇല്ലേ, നീ ടെസ്റ്റിന് പോക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡെറിക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വന്നത്, അവനെ നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. അവനെ കണ്ടുപിടിച്ചില്ല, ഇവിടെ ഡിറ്റക്റ്റീവ്സ് ഒക്കെ ഉണ്ട്, നീ ആണെങ്കിൽ ഇപ്പം നിൻ്റെ എക്സാം ആണെങ്കിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുവാണ്. ഇവിടെ കോളേജിൽ എക്സാം ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സ്കോട്ടാകട്ടെ ആലീസിനടുത്ത് സംസാരിക്കാൻ വേണ്ടി അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊഫസറും നീ അവിടെ പോയി ഇരിയടാന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞു വിടുന്നു. എല്ലാവർക്കും പേപ്പറൊക്കെ കൊടുത്ത് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്കോട്ടാകട്ടെ ഇവനാണെങ്കിൽ എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഇവന് എന്തൊക്കെയോ ശബ്ദമാണെങ്കിൽ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവൻ്റെ ഉത്തരപേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ഇതുപോലെയൊക്കെ ഇവനാണെങ്കിൽ കാണുവാണ്. അതായത് ഇന്ന് ആരെയാണ് നീ ഇന്ന് കൊല്ലാൻ പോകുന്നത്, ഇന്ന് ഫുൾ മൂൺ ആണ്, നിന്റെ ഫ്രണ്ടിനെയാണോ കാമുകിനെയാണോ അതോ നീ സ്നേഹിക്കുന്ന ആരെങ്കിലും ആണോ എന്നൊക്കെ പറഞ്ഞ് ആ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നു. സ്കോട്ടും ഇത് കണ്ടിട്ട് ആകെയാണെങ്കിൽ ഭയന്ന് പോകുവാണ്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണെങ്കിൽ ഓടുകയും ചെയ്യുന്നു. ഈ സമയത്ത് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പുറകെ തന്നെ നമ്മുടെ സ്റ്റീവ് ആണെങ്കിൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നാണെങ്കിൽ പോകുന്നു. ഇപ്പോൾ സ്റ്റീവ് അവിടെ വന്ന് നോക്കുമ്പോൾ അവൻ്റെ ബാഗ് അവിടെ കിടക്കുന്നു, ഇവനവിടെ കാണുന്നുമില്ല. ഇപ്പോൾ അവിടെ എല്ലായിടത്തും തപ്പിയതിനു ശേഷം ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നു. എനിക്കറിയത്തില്ല, ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റീവ് അവൻ്റെ ബാഗിൽ നിന്ന് ഒരു ഇൻഹേലർ എടുത്ത് ഇവൻ്റെ നേരെ എറിഞ്ഞാണെങ്കിൽ കൊടുക്കുന്നു.
കൊടുക്കുന്നു. ഇപ്പം അതാണെങ്കിൽ എടുക്കുമ്പോൾ ഇവന് ആസ്മയുണ്ട്. അതാണെങ്കിൽ എടുക്കുമ്പോഴേക്കും ഇവൻ കുറച്ച് ഓക്കെ ആകുവാണ്. എനിക്ക് എന്താ പറ്റിയെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. അത് ചെറിയാണെങ്കിൽ അറ്റാക്ക് പോലെയാണെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ഇവനും ചോദിക്കുവാണ്, അറ്റാക്കോ? ഇല്ല, അത് വലിയ അറ്റാക്കൊന്നുമല്ല, അതൊരു സാധാരണ അറ്റാക്ക് പോലെയാണെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നീ എങ്ങനെയാണ് അറിഞ്ഞ്? ഒന്നുമില്ല, എൻ്റെ അമ്മയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു. സ്കോട്ടും എനിക്ക് ആലിസിനെ മറക്കാൻ സാധിക്കുന്നില്ലടാ. അവളുള്ള സമയത്തൊക്കെ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല അതേ ഇന്ന് ഫുൾ മൂണാണ്. ആ ഡെറിക്ക് പറഞ്ഞ സത്യമാണെങ്കിൽ എൻ്റെ കൈയും കൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രി മരിക്കും എന്ന് പറയും. ഇവിടെ ആർക്കറ്റും ബാക്കിയുള്ള ആൽഫകളൊക്കെ ചേർന്ന് ഒരു പ്ലാൻ ഇടുവാണ്. പല സ്ഥലങ്ങളിലും ചെന്നായാണെങ്കിൽ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അതിനെ നമ്മൾ വേട്ടയാടാൻ പോകുകയാണെന്ന് പറയുന്നു. ശരി, ആ ഡെറിക്കിനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഡെറിക്ക് എവിടെയാണെന്ന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് പറയുമ്പോൾ ആലീസിൻ്റെ അമ്മയാണെങ്കിൽ അവിടെ വരുവാണ്. അവനെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അവനെ 2 പീസാക്കി വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ഒരു ടെററായിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ട് പോകും. ജാക്സനും ആലീസനും രണ്ടുപേരും ഇങ്ങനെ ലഞ്ച് ടൈമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ആ സ്കോട്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവനുമായിട്ട് ഞാൻ സംസാരിക്കുന്നതിന് നിർത്തിയെന്ന് പറയുന്നു. ഇപ്പം ജാക്സൺ പറയുവാണ്, അതൊരു നല്ല കാര്യം തന്നെയാണ്, അവനത് കിട്ടേണ്ടതാണെന്ന് പറഞ്ഞ് ഇപ്പം നമ്മുടെ സ്കോട്ടിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ ഇവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്കോട്ടാകട്ടെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലാണെങ്കിൽ ഇരിക്കുന്നു. നിനക്ക് അവനെ കാണാൻ നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് പറയുമ്പോഴേക്കും സ്കോട്ട് അവിടെയുള്ള ഭിത്തി തന്നെ അവൻ്റെ തല വെച്ച് ഇടിച്ചു പൊളിക്കുന്നു. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ക്യാപ്റ്റൻ വന്ന് ലെയർ ക്രോസിലേക്കുള്ള ആൾക്കാരെയൊക്കെ ഗ്രൂപ്പ് ആണെങ്കിൽ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഈ സ്റ്റീവ് നോക്കുമ്പോഴേക്കും അവൻ്റെ പേരും ആ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവന് വളരെ സന്തോഷമാകുകയാണ്. അതുപോലെ തന്നെ സ്കോട്ടിനാണെങ്കിൽ അടുത്ത ക്യാപ്റ്റനും ആക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതുമാണെങ്കിൽ ബാക്കിയുള്ളവർ ഷോക്കാകുകയാണ്. സ്കോട്ട്, നീ വേണം ജാക്സനെയും നിൻ്റെ കൂടെയാണെങ്കിൽ ചേർക്കാൻ. 2 പേരും കൂടെ ചേർന്ന് ഒരു ബെസ്റ്റ് ടീമായിരിക്കും എന്ന് പറയുന്നു. അതുമാത്രമില്ലാതെ ജാക്സന്റെ കൂട്ടുകാരനില്ലേ, അവൻ തന്നെ സ്കോട്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. സ്കോട്ട് എന്തായാലും നല്ലപോലെ കളിക്കുന്ന ഒരുത്തനാണ്, അതുകൊണ്ടല്ലേ അവനെ ക്യാപ്റ്റൻ വരെ ആക്കിയത്. അതിന് നീ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജാക്സന് നല്ല ദേഷ്യം വരുവാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കോട്ടും സ്റ്റീവും കൂടെ, സ്കോട്ടിന് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല, വലിയ എക്സൈറ്റഡോ അല്ല. ഈ സമയത്ത് സ്റ്റീവ് ആണെങ്കിൽ ഒരു കാര്യം പറയുകയാണ്. അവിടെ ലിതിയ നിൽക്കുന്നില്ലേ, അവളുടെ അടുത്ത് പോയി നീ ഒരു കാര്യം സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ എന്നോട് ഒരു ഇഷ്ടമുണ്ടോ എന്ന് നീ അവളുടെ അടുത്ത് ചോദിക്കണം. നീ എൻ്റെ ഫ്രണ്ട് അല്ലേടാ, ഇതെങ്കിലും ഒന്ന് ചെയ്യടാന്ന് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് സ്കോട്ടാണെങ്കിൽ ആ ലിതിയുടെ അടുത്താണെങ്കിൽ വിളിക്കുവാണ്. എനിക്ക് ഇതിൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ കൂടെ വരാൻ പറയുന്നു. ഇപ്പോൾ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറി 2 പേരും ആണെങ്കിൽ സംസാരിക്കുവാണ്. ഇപ്പോൾ അകത്ത് കയറിയതും സ്കോട്ടിന് എന്താ തോന്നിയെന്ന് അറിയത്തില്ല. ഇവളുടെ അടുത്ത് ആലീസിന് എന്നോട് പഴയതുപോലെയുള്ള ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആലീസിന് നിന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ട്, എന്നാൽ അവളാണെങ്കിൽ നിന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നു. പിന്നല്ലാതെ ഇന്നലെ ആ കെമിസ്ട്രി ലാബിൽ ഞങ്ങളെ അടച്ചിട്ടത് നീ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. നീ എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് പോലും അവൾക്കറിയത്തില്ല, നീ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയത്തില്ല. പിന്നെ എങ്ങനെ നിന്നെയാണെങ്കിൽ അവളെ സ്നേഹിക്കും? നിന്നെ അവളെ സ്നേഹിക്കുന്നേയില്ല, എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഇവനാണെങ്കിൽ വളരെ ദേഷ്യം വരുവാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവളെ 2 പേരും കൂടെ ചേർന്ന് കിസ്സൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്തിട്ട് ആ കോർട്ട് കാണിക്കുവാണ്. എല്ലാവരും തന്നെ ഗെയിം കളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. നമ്മുടെ പാവ സ്റ്റീവ് ആണെങ്കിൽ അവിടെ ഓടി വന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുവാണ്, എന്താണ് അവൾ പറഞ്ഞത്, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും സ്റ്റീവിനും വളരെ സന്തോഷമാകുവാണ്. സ്കോട്ടും ഒരു ചിരിയാണെങ്കിൽ ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗെയിമാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്കോട്ടിന് നല്ലപോലെ കളിക്കാനും സാധിക്കുന്നില്ല. ആ കോച്ചും വെറുതെ ഇരിക്കാതെ ഇവനെ നല്ല വഴക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനും ദേഷ്യം വരുന്നു. ഇവന് ദേഷ്യം വരുവാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ പവർ ഉണ്ടല്ലോ, വൂൾഫിൻ്റെ പവർ, അത് വെളിയിലേക്ക് വരുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ ബാറ്റ് ഉപയോഗിച്ച് ആ ബോൾ പിടിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ തട്ടി മാറ്റി അവിടെയുള്ള ഗോൾ ടെൻഡറിൻ്റെ മുഖത്തിട്ട് ആ ബാറ്റ് വെച്ചടിച്ച് അകത്തേക്കാണെങ്കിൽ ബോൾ ഇടുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും തന്നെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും ആ ഗോൾ ടെൻഡറിൻ്റെ അടുത്ത് വന്ന് അവൻ എന്തെങ്കിലും പറ്റിയോ നോക്കുന്നു. ഈ സമയം സ്റ്റീവൻ ചോദിക്കുന്നു, നിനക്കെന്നാടാ ഭ്രാന്ത് പിടിച്ചോ, എന്തിനാണ് അവനെ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ജയിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ലിതിയെ ഓടി വന്ന് ഇവിടെ എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ചുണ്ടിന് എന്താണ് പറ്റിയ ലിതിയ എന്ന് ജാക്സൺ തിരിച്ചു ചോദിക്കുന്നു. ഇല്ല, ഒന്നും പറ്റിയില്ല എന്ന് ഇവളും പറയുമ്പോഴേക്ക് സ്റ്റീവ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവനും എന്തോ ഒരു കാര്യമാണെങ്കിൽ
ആണെങ്കിൽ മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആലീസൺ ആണെങ്കിൽ കേറ്റിൻ്റെ അടുത്ത് നിന്ന് ഏത് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പഠിക്കുകയാണ്. അതും എന്താ ഷോക്ക് കൊടുക്കുന്ന ഗണ്ണാണ്. ഒരു പാവയിലാണ് ഇവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആലീസൺ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവളുടെ ആൻറ്റി വന്ന് നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ആൻറ്റിയുടെ അടുത്ത് എല്ലാം പറയുവാണ്. ഇങ്ങനെ സ്കോട്ടുമായിട്ട് ഞാൻ പിണങ്ങി അവനുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന് പറയുമ്പോൾ സാരമില്ല, എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവളെ സമാധാനിപ്പിക്കുകയാണ്. എനിക്കറിയത്തില്ല, ആ സ്കോട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഡെറിക്കാണ് സീരിയൽ കില്ലർ എന്നും ആളുകളെ കൊന്നത് ആ ഡെറിക്കാണെന്നും എന്ന് എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോഴേക്കും ഈ ആൻറ്റി ഷോക്കാവുകയാണ്. ഡെറിക്കിനെ നിന്റെ സ്കോട്ടിന് അറിയാമെന്ന് ചോദിക്കുന്നു. സ്കോട്ട് നിന്റെ അടുത്ത് ഡെറിക്കിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ എൻ്റെ അടുത്ത് ഇപ്പം പറയണമെന്ന് പറയുന്നു. ഇപ്പോൾ ഈ കേറ്റിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഇന്ന് ഫുൾ മൂൺ ആണല്ലോ, സ്കോട്ടിൻ്റെ വീടാണ് കാണിക്കുന്നത്. സ്കോട്ടിൻ്റെ അമ്മയാണെങ്കിൽ അവരൊരു നേഴ്സ് ആയതുകൊണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാകുവാണ്. ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അവിടെ സ്റ്റീവ് ആണെങ്കിൽ ഒരു ബാക്കിംഗ് കൊണ്ട് വന്ന് സ്കോട്ടിനെ കാണണമെന്ന് പറയുന്നു. ശരി, സ്കോട്ട് മേളിലുണ്ട്, നീ പൊക്കോളനാണ് ഈ പറയുന്നു. ഇപ്പോൾ ഇവനുമാണെങ്കിൽ സ്കോട്ടിനെ കാണാൻ വേണ്ടി മുകളിൽ ചെല്ലുമ്പോഴേക്കും അവനൊരു കസേരയിലാണെങ്കിൽ നീ എന്താണ് ഇരുട്ടത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് പറയുന്നു. അതൊന്നും സാരമില്ല, ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വന്ന് നോക്കാൻ പറയുന്നു. എന്താണ് നീ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഇവനും അത് നോക്കാൻ വേണ്ടി ആ ബാഗ് എടുത്ത് നോക്കുവാണ്. ആ ബാഗിൻ്റെ ഉള്ളിലാണെങ്കിൽ കെട്ടിയിടാനുള്ള കുറേ ചങ്ങലമുണ്ട്. ഇതൊക്കെ എന്തിനാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തിന് നിന്നെ കെട്ടിയിടാനാണെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വിലങ്ങാണെങ്കിൽ അണിയിക്കുവാണ്. ഇപ്പം അവനും ആണെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല. നീ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിധിയുടെ കാര്യത്തിൽ നീ എന്നെ ചതിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് അവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയുവാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ആലീസൺ ഉണ്ടല്ലോ, ആലീസൺ നമ്മുടെ ജാക്സൻ്റെ കൂടെ ചേർന്ന് ഏതോ ഷോപ്പിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ആണെങ്കിൽ വളരെ എൻജോയ് ചെയ്യുന്നു. ഈ സ്റ്റീവ് ഉണ്ടല്ലോ, അവന് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളമാണെങ്കിൽ അവൻ തട്ടിമറിച്ച് കളയുന്നു. എനിക്കൊന്നും വേണ്ടെന്ന്. ശരി, നീ എൻ്റെ ഫ്രണ്ടാണ്, ഞാനത് സമ്മതിക്കാം. പക്ഷേ നീ ആണെങ്കിൽ എന്നോട് ചെയ്തത് വളരെ വലിയ തെറ്റാണ്. നിനക്കറിയാം ഞാൻ ആകെ ലിതിയനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളെന്ന്. പിന്നെ എന്തിനാണ് നീ അവളെ കിസ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞാനല്ലടാ അവളെ കിസ് ചെയ്തത്, അവളാടാ എന്നെ കിസ് ചെയ്തതെന്ന്. ഞങ്ങൾ തമ്മിൽ കിസ് മാത്രമല്ല ചെയ്തത്, വേറെ പലതും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവ ഇങ്ങനെ സംസാരിക്കുവാണ്. എൻ്റെ കയ്യിലുള്ള ഈ വിലങ്ങ് നീ അയച്ചുവിട് സ്റ്റീവ് എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ സ്റ്റീവ് ആകട്ടെ ഇതൊന്നും കേൾക്കുന്നേ ഇല്ല. സ്റ്റീവിന് മനസ്സിലാകുന്നുണ്ട് ഇത് സ്കോട്ടല്ല സംസാരിക്കുന്നത്, അവൻ്റെ ശരീരത്തിലുള്ള ആ മൃഗമാണ് സംസാരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ജാക്സനും ആലീസനും ആണെങ്കിൽ ഒരു കാറിരുന്ന് രണ്ടുപേരും ആണെങ്കിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ടിനെ പറ്റിയും ബാക്കി ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇവൻ ശബ്ദം കേട്ട് ആ ഡോർ തുറന്ന് നോക്കുക കാണുന്നത് അവിടെ നിന്ന് സ്കോട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവൻ എവിടെയാണ് പോയതെന്ന് അറിയത്തില്ല, ഇവനെ പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവനും ആണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. സ്കോട്ട് ആ കാട്ടിലൂടെ എങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്തിട്ട് ജാക്സനും ആലീസനും ആണെങ്കിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അന്ന് രാത്രിയിൽ ഞാനാണെങ്കിൽ ആ സ്കൂളിൽ വെച്ച് ഒരു രൂപം കണ്ടു എന്ന് പറയുന്നു. എന്ത് രൂപമാണ് നീ എൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും ആ സ്ഥലത്താണെങ്കിൽ സ്കോട്ടാണെങ്കിൽ വരുന്നു. സ്കോട്ട് നോക്കുമ്പോഴേക്കും ജാക്സനും ആലിസനും ആണെങ്കിൽ ഒരുമിച്ച് റിലേഷൻ ഇരിക്കുന്ന പോലെയാണ് അവൻ കാണുന്നതും. ഇതുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ട് ഇപ്പോൾ ഇവരെയാണെങ്കിൽ കൊല്ലാമെന്ന് പറഞ്ഞ് അടുത്തേക്കാണെങ്കിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, തെളിച്ച് പറയുന്നു. അവർ തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവരെ ആക്രമിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ കാറിൻ്റെ മുകളിൽ നിന്ന് ഇവനെ ആര് വലിച്ചാണെങ്കിൽ താഴേക്കിടുവാണ്. ഇതിന് ശേഷമാണെങ്കിൽ അവിടെ വേറൊരു ഉൾഫാണെങ്കിൽ വരുന്നു. രണ്ടുപേരും ചേർന്ന് നല്ലപോലെ തന്നെ ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുവാണ്. ഇപ്പം ഈ ഉൾഫാരാണെന്ന് നമുക്കറിയത്തില്ല. ആ ചെന്നായ അവൻ്റെ രൂപമാണ് ഈ കാണിക്കുന്നു. ഇപ്പം അത് വേറെ ആരുമല്ല, മരിച്ചു പോയെന്ന് വിചാരിച്ചില്ലേ ഡെറിക്ക്, ആ ഡെറിക്കാണ് തിരികെ വന്നിരിക്കുന്നത്. ഇത് കണ്ടതും സ്കോട്ടും ആകെ പേടിക്കുന്നു. ഇപ്പം അവനും ആണെങ്കിൽ പഴയതുപോലെ ആയി മാറുവാണ്. ഇപ്പം ഇവിടെയാണെങ്കിൽ സ്റ്റീവിനെ കാണിക്കുമ്പോഴേക്കും സ്റ്റീവ് സ്കോട്ടിനെ അന്വേഷിച്ച് വേഗം കാർ ഓടിച്ചു പോകുവാണ്. ഫ്രണ്ടിൽ ഏതോ വണ്ടിയൊക്കെ നിർത്തിയിരിക്കുന്നു. ആർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്റ്റീവോട് വണ്ടി നിർത്തി വേഗം തന്നെ ആർക്കാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നു. ഇനി ഇവൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് വിചാരിച്ച് ഇവൻ വളരെ പേടിക്കുവാണ്. ഈ സമയത്ത് പുറകിൽ നിന്ന് ഇവൻ്റെ അച്ഛനാണെങ്കിൽ വിളിക്കുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുവാണ്. ഇത് ദൂരെ നിന്ന് കേറ്റും ബ്രാക്കറ്റും കൂടെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാ കാര്യവും ആണെങ്കിൽ പിടികിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് സ്കോട്ടിൻ്റെ ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇത് സ്കോട്ടിൻ്റെ ഫ്രണ്ടാണ്. നീ അന്ന് രാത്രിയിൽ ഹണ്ടിങ്ങിന് പോയപ്പോൾ ഒരു പയ്യനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ആരുമല്ല, ആ സ്കോട്ടാണ്. ഡെറിക്കിൻ്റെ കൂടെയാണ് അവനുള്ളതെന്ന് പറയുന്നു. ആ പയ്യൻ്റെ കാര്യം നമുക്ക് നാളെ നോക്കാം.
ഡെറിക്ക് സ്കോട്ടിനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കുവാണ്. സ്കോട്ടും പറയുന്നു, എനിക്കാണെങ്കിൽ പഴയതുപോലെ ആയേ പറ്റത്തുള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് ആലീസിനെ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം തന്നെ എൻ്റെ കൈവിട്ട് പോകുവാണ്, നീ പറ എങ്ങനെയാണ് എൻ്റെ പഴയ ശരീരം എനിക്ക് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവനൊരു കാര്യം പറയുവാണ്, ഇത് എത്രമാത്രം ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ നിന്നെ കടിച്ച ആ മൃഗത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുവാണെങ്കിൽ അതിനെ ഞാൻ കൊല്ലുവാണെങ്കിൽ നിനക്ക് നിൻ്റെ പഴയ ശരീരമാണെങ്കിൽ കിട്ടുമെന്ന് പറയുന്നു. അതൊരു ആൽഫയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആണെന്ന് പറയുന്നു. ഇപ്പോൾ ആ രൂപം കാണിക്കുവാണ്, അതൊരു മനുഷ്യൻ്റെ രൂപമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ മുഖമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നില്ല. ഇവിടെ സീനാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ജാക്സിനെയാണ് കാണിക്കുന്നത്. ജാക്സൺ അവൻ്റെ കാറാണെങ്കിൽ നോക്കുമ്പോഴേക്കും കാറിലാണെങ്കിൽ ഒരു ചെറിയ നഖം പോലെ ഒന്ന് കിട്ടുന്നുണ്ട്. ഇവൻ്റെ പഴയൊരു ഗ്ലൗസ് എടുക്കുന്നു. ആ ഗ്ലൗസിലാണെങ്കിൽ ഒരു ചെറിയ പാടുണ്ട്. ആ പാടിലാണെങ്കിൽ ഈ നഖം വെച്ച് നോക്കുന്നു. അന്ന് സ്കോട്ടുമായിട്ട് കളിച്ചപ്പോൾ ഉണ്ടായ ആ മുറിവാണ്. ഇപ്പോഴും ആണെങ്കിൽ ഇതുകൊണ്ടാണ് അത് മുറിഞ്ഞതെന്ന് മനസ്സിലാകുന്നു. ഇപ്പം ജാക്സനും ആണെങ്കിൽ നമ്മുടെ ഹീറോ ഒരു വൂൾഫാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് അടുത്തടുത്ത എപ്പിസോഡിൽ വേണം കാണാൻ. അപ്പോൾ അടുത്തടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. ടാറ്റാ ബൈ ബൈ ഗൈസ്.